ഹായ്, ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വെർട്ടെക്സ് കണക്ടിവിറ്റി ഓഫ് എ ഗ്രാഫാണ്. വെർട്ടെക്സ് കണക്ടിവിറ്റി എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഇതിന് മുന്നുള്ള വീഡിയോയിൽ നമ്മൾ ബ്രിഡ്ജസ്, അതുപോലെ കട്ട് വെർട്ടെക്സ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ഗ്രാഫിൽ കട്ട് വെർട്ടെക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വെർട്ടെക്സിൻ്റെ റിമൂവൽ എന്ത് ചെയ്യണം? ഗ്രാഫിനെ ഡിസ്കണക്ട് ചെയ്യണം, ഗ്രാഫിൻ്റെ കമ്പോണൻസിൻ്റെ എണ്ണം കൂട്ടണം. അങ്ങനെയുള്ള വെർട്ടെക്സുകളെയാണ് നമ്മൾ കട്ട് വെർട്ടെക്സുകൾ എന്ന് പറഞ്ഞത്. ഇവിടെ നമ്മൾ ഒരു പുതിയ വെർട്ടെക്സ് കണക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുകയാണ്. വെർട്ടെക്സ് കണക്ടിവിറ്റി ഡിഫൈൻ ചെയ്യാനായിട്ട് ഞാൻ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യുന്നു. ഈ ഒരു ഗ്രാഫ് ജി എടുക്കുന്നു. V1, V2, V3 ആൻഡ് V4 ആർ ദ വെർട്ടീസസ്. ഞാൻ ഈ V1 എന്ന് പറയുന്ന വെർട്ടെക്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? V4 ഉണ്ടാവും, V3 ഉണ്ടാകും, V2 ഉണ്ടാകും. അപ്പോൾ ഈ എഡ്ജ് ഉണ്ടാകും, അതുപോലെ ഈ ഒരു എഡ്ജും ഉണ്ടാകും. ഈ ഇത്രയും പോർഷൻ ഉണ്ടാവും. അപ്പോൾ ഗ്രാഫ് ഇതിൽ നിന്ന് G മൈനസ് V1 റിമൂവ് ചെയ്തപ്പോൾ ഗ്രാഫിന് എന്തില്ല? ഡിസ്കണക്ഷൻ ഇല്ല. പക്ഷെ ഞാൻ V3 എന്ന് പറയുന്ന വെർട്ടെക്സും കൂടെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? V4 എന്ന് പറയുന്ന വെർട്ടെക്സ് ഉണ്ടാവും, അതുപോലെ V2 എന്ന് പറയുന്ന വെർട്ടെക്സ് ഉണ്ടാവും. ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, G മൈനസ് V1, V2. അപ്പോൾ ഈ ഗ്രാഫില് ജി എന്ന് പറയുന്ന ഗ്രാഫില് രണ്ട് വെർട്ടെക്സ് റിമൂവ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഗ്രാഫ് ഡിസ്കണക്ട് ആവുള്ളൂ. ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്താൽ ഡിസ്കണക്റ്റഡ് ആവുമെങ്കിൽ ആ വെർട്ടെക്സിനെ നമ്മൾ കട്ട് വെർട്ടെക്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാഫിലെ മിനിമം എത്ര വെർട്ടീസസുകൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആകുമെന്ന് ചിന്തിക്കുന്നു. ഒരു ഗ്രാഫിൽ മിനിമം എത്ര വെർട്ടെക്സുകൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആകും എന്ന് നമ്മൾ നോക്കുന്നു. അത് ഡിസ്കണക്റ്റഡ് അല്ലെങ്കിൽ അത് K1 ഒരു സിംഗിൾ വെർട്ടെക്സിൽ വന്ന് നിൽക്കും. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് പോകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആക്കുക അല്ലെങ്കിൽ K1 ആക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആണ്. കാര്യം ഒരു n വെർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫിൽ n-1 വെർട്ടെക്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു K1 ആയിട്ട് മാറും. അതുകൊണ്ട് ഈ ഒരു എന്താ വെർട്ടെക്സ് റിമൂവ് ചെയ്താൽ ഒന്നുകിൽ ഡിസ്കണക്റ്റഡ് ആകും അല്ലെങ്കിൽ K1 ആകുമെന്ന് പറയുന്നത് എന്തായാലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടായതുകൊണ്ട് നമ്മൾ മിനിമം നമ്പർ ഓഫ് വെർട്ടീസസ് ഹൂസ് റിമൂവൽ വിൽ ഡിസ്കണക്ട് ദ ഗ്രാഫ്. ആ മിനിമം നമ്പറിനെയാണ് നമ്മൾ എന്താന്ന് വിളിക്കുന്നത്? വെർട്ടെക്സ് കണക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. ആ മിനിമം നമ്പറിനെയാണ്, നമ്പർ ഓഫ് വെർട്ടീസസിനെയാണ് വെർട്ടെക്സ് കണക്ടിവിറ്റി. ആ വെർട്ടെക്സ് കണക്ടിവിറ്റിയെ നമ്മൾ കാപ്പ ഓഫ് ജി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മുടെ ഈ ഗ്രാഫിൽ കാപ്പ ഓഫ് ജി എന്ന് പറഞ്ഞാൽ 2 ആണ്. കാപ്പ ഓഫ് ജി എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ വെർട്ടെക്സ് കണക്ടിവിറ്റി ഡിഫൈൻ ചെയ്യാം? വെർട്ടെക്സ് കണക്ടിവിറ്റി നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ലെറ്റ് ജി ബി എ, നമ്മൾ സിമ്പിൾ ഗ്രാഫ് ആണ് എടുക്കുന്നത്, be a simple graph, G be a simple graph, the vertex connectivity, so simply it is called a connectivity. ഒന്നുകിൽ vertex connectivity അല്ലെങ്കിൽ connectivity of G denoted by kappa of G is the smallest number of vertices in G whose deletion from G leaves either a disconnected graph or K1. ഒന്നുകിൽ ഡിസ്കണക്റ്റഡ് ഗ്രാഫ് തരണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? K1 തരണം. K1 അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഡിസ്കണക്ഷൻ തരണം. അങ്ങനെയുള്ള സ്മോളസ്റ്റ് നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വെർട്ടെക്സ് കണക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇപ്പൊ ഞാൻ K1 ആണ് എടുക്കുന്നതെന്ന് വെച്ചോളൂ. K1. അപ്പോൾ അതിനകത്ത് ഏതൊരു വെർട്ടെക്സ് റിമൂവ് ചെയ്താലും നമുക്ക് എന്താ കിട്ടുക? ഈ വെർട്ടെക്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു K1 അവസാനിക്കുക. സോറി, ഇത് K2 ആണ്. കംപ്ലീറ്റ് ഗ്രാഫ് ഓൺ 2 വെർട്ടീസസ് ആണ്. അപ്പോൾ ഈ ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഈ ഒരു വെർട്ടെക്സ് കിട്ടും. സോ കാപ്പ ഓഫ് K2 എന്ന് പറയുന്നത്
1 ആണ്. ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഗ്രാഫിന് ഡിസ്കണക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഗ്രാഫ് എന്ന് പറയുന്നത് ഡിസ്കണക്റ്റഡ് ഗ്രാഫായിട്ട് മാറുന്നുണ്ട്. അല്ലെങ്കിൽ K1. ഇവിടെ നമുക്ക് ഡിസ്കണക്ഷൻ അല്ല, ഇവിടെ നമുക്ക് K1 ആണ് കിട്ടുക. ഇനി ഞാൻ എടുക്കുന്നത് ഒരു K2 ആണെന്ന് വെച്ചോളുക. സോറി, K3 ആണെന്ന് വെച്ചോളുക. K3 ആണെങ്കിൽ ഈ ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്ത് ഈ രണ്ട് എഡ്ജസ് പോകും. അപ്പോൾ അത് ഡിസ്കണക്റ്റഡ് അല്ല, വീണ്ടും അഗെയിൻ കണക്റ്റഡ് ആണ്. ഈ ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്താൽ ഈ ഒരു എഡ്ജും കൂടി പോകും. അപ്പോൾ നമുക്ക് K1 ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ എത്ര വെർട്ടെക്സ് ഇവിടെ റിമൂവ് ചെയ്യണം? കാപ്പ ഓഫ് K3 നമ്മൾ 2 വെർട്ടെക്സ് റിമൂവ് ചെയ്യണം. സോ കാപ്പ ഓഫ് K3 എന്ന് പറയുന്നത് 2 ആണ്. ഇനി നമ്മൾ ഇതെല്ലാം റെഗുലർ ഗ്രാഫ് ആണ്. K4 എടുക്കുക. K4 എടുത്തു കഴിഞ്ഞാൽ 4 വെർട്ടെക്സ് ഉണ്ട്. കംപ്ലീറ്റ് ഗ്രാഫ് ആണ്. K4 ഞാൻ ഈ ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്താൽ എന്താ സംഭവിക്കുക? അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എഡ്ജസ് പോകും. അപ്പോൾ പിന്നെ നിൽക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത്, പിന്നെ നമുക്ക് നിൽക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ദാണ്ട് ഈ ഒരു ഗ്രാഫാണ്. ഓക്കെ, അതിനകത്ത് ഞാൻ ഏതെങ്കിലും ഒരു വെർട്ടെക്സ്, ഞാൻ ഈ ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത എഡ്ജ് പോകും. അപ്പോൾ നമുക്ക് പിന്നീട് നിൽക്കുന്ന ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാണ്ട് ഈ ഒരു ഗ്രാഫാണ്. ഈ ഒരു 2 വെർട്ടെക്സും ഇതാണ്. അപ്പോൾ എഗെയിൻ ഞാൻ ഈ ഒരു വെർട്ടെക്സും കൂടെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എഡ്ജ് പോവും. ദാറ്റ് റിമെയിൻസ് എ സിംഗിൾ വെർട്ടെക്സ്. സോ നമുക്ക് എന്ത് പറയാം? കാപ്പ ഓഫ് K4 എന്ന് പറയുന്നത് 3 ആണ്. കാപ്പ ഓഫ് K4 എന്ന് പറയുന്നത് 3 ആണ്. ഓർ ഇനി K5 എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ സംഭവിക്കും. അപ്പോൾ നമ്മൾ ഫോർ എ കംപ്ലീറ്റ് ഗ്രാഫ് Kn, കാപ്പ ഓഫ് Kn ഈക്വൽ ടു n മൈനസ് 1. 4 വന്നപ്പോൾ 4 മൈനസ് 1, 3 വന്നപ്പോൾ 3 മൈനസ് 1, 2 വന്നപ്പോൾ 2 മൈനസ് 1. അപ്പോൾ കാപ്പ ഓഫ് Kn എന്ന് പറയുന്നത് എന്തെന്ന് പറയാം? കാപ്പ ഓഫ് Kn എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഗ്രാഫിന്റെ വെർട്ടെക്സ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തായിട്ട് വരും? n മൈനസ് 1 ആയിട്ട്. കംപ്ലീറ്റ് ഗ്രാഫിന്റെ വെർട്ടെക്സ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് n മൈനസ് 1 ആയിട്ട് വരും. n മൈനസ് 1 ആണ് കംപ്ലീറ്റ് ഗ്രാഫിന്റെ വെർട്ടെക്സ് കണക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മൾ പാത്ത് ഗ്രാഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? പാത്ത് ഗ്രാഫ് P1 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, P1 വേണ്ട, P2 എടുക്കുകയാണെങ്കിൽ K2 തന്നെയാണ്, ഓൾറെഡി പറഞ്ഞാണ്. P3 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് റിമൂവ് ചെയ്താൽ മതി. അല്ലെ ജനറൽ ആയിട്ട് ഒരു വെർട്ടെക്സ് G എന്ന് പറയുന്ന ഒരു ഗ്രാഫില് ഒരു കട്ട് വെർട്ടെക്സ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ആ വെർട്ടെക്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഗ്രാഫിന് ഡിസ്കണക്ഷൻ സംഭവിക്കും. സോ നമുക്ക് കട്ട് വെർട്ടെക്സ് ഉള്ള ഗ്രാഫിന് നമുക്ക് കാപ്പ എന്താണെന്ന് 1 ആണെന്ന് പറയാം, അല്ലെ? ഇഫ് G ഈസ് എ ഗ്രാഫ് വിത്ത് എ കട്ട് വെർട്ടെക്സ്, then kappa of G equal to 1. ഒരു കട്ട് വെർട്ടെക്സ് ഉണ്ടെങ്കിൽ കാപ്പ എന്ന് പറയുന്നത് 1 ആയിട്ട് വരും. കാപ്പ എന്ന് പറയുന്ന 1 ആയിട്ട് വരും. ഇനി K1 എന്ന് പറയുന്ന ഗ്രാഫ് എടുക്കുന്നു. K1 ഒറ്റ വെർട്ടെക്സേ ഉള്ളൂ. അപ്പോൾ അതിന്റെ കാപ്പ എന്താണ്? അതിനകത്ത് വെർട്ടെക്സ് റിമൂവ് ചെയ്യാനില്ല. സോ അതിന്റെ എന്താ റിമൂവ് ചെയ്യേണ്ട വെർട്ടെക്സുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ കാപ്പ ഓഫ് K1 ഓർ കാപ്പ ഓഫ് G ഈക്വൽ ടു K1 ആണെങ്കിൽ കാപ്പ ഓഫ് K1 എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് പറയാം? 0. ഈ 0 വരുന്നത് നമുക്ക് K1 മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? കാപ്പ 0 വരാൻ പറ്റും. വേറെ ഒരു ഗ്രാഫിനും കാപ്പ എന്ത് വരത്തില്ല? 0 വരത്തില്ല. കാര്യം നമ്മൾ എടുക്കുന്ന കണക്റ്റഡ് ഗ്രാഫാണ്. കണക്റ്റഡ് ഗ്രാഫ് എടുക്കുമ്പോൾ ഒരു വെർട്ടെക്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് K1 ആണ്. അതിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ അതിന്റെ കണക്ടിവിറ്റി 0 ആണ്. ഇനി അതിൽ കൂടുതൽ എത്ര വെർട്ടെക്സ് വരുന്നോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? K1ലേക്ക് കൊണ്ടെത്തിക്കണം, അല്ലെങ്കിൽ ഡിസ്കണക്ഷനിലേക്ക് വരണം. അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു വെർട്ടെക്സ് എങ്കിലും എന്താ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്കത് എന്തായിട്ട് വരും? അതിന്റെ കാപ്പ എന്ന് പറയുന്നത് 0 ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന n കണക്റ്റഡ് ഗ്രാഫ്. n കണക്റ്റഡ് ഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, G എന്ന് പറയുന്ന ഗ്രാഫ് n കണക്റ്റഡ് എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കാപ്പ വാല്യൂ ഗ്രേറ്റർ ദാൻ n ആയിരിക്കണം. കാപ്പ വാല്യൂ ഗ്രേറ്റർ ദാൻ n ആയിരിക്കണം. എ സിമ്പിൾ ഗ്രാഫ് G is said to be n connected if kappa of G is greater than or equal to n.
kappa of g is greater than or equal to n. Kappa of g greater than or equal to n ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഗ്രാഫ് n കണക്റ്റഡ് ആണെന്ന് പറയാം. ഗ്രാഫ് g is said to be n connected if and only if kappa of g is greater than or equal to n. Kappa of g is greater than or equal to n ആണെങ്കിൽ അത് നമ്മൾ എന്തെന്ന് പറയാൻ പറ്റും, n കണക്റ്റഡ് എന്ന് പറയാൻ പറ്റും. ഇനി ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ജി എന്ന് പറയുന്ന ഒരു കണക്റ്റഡ് ഗ്രാഫാണ്. ജി എന്ന് പറയുന്ന ഒരു കണക്റ്റഡ് ഗ്രാഫാണ് വിത്ത് മോർ ദാൻ ടു വെർട്ടീസസ്. വിത്ത് മോർ ദാൻ ടു വെർട്ടീസസ്. വിത്ത് മോർ ദാൻ ടു വെർട്ടീസസ്. രണ്ട് വെർട്ടീസസിൽ കൂടുതലുള്ള ഏത് ഗ്രാഫ് എടുത്തു കഴിഞ്ഞാലും അതെന്തായിരിക്കും, ദെൻ കാപ്പ ഓഫ് ജി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം അല്ലെ. കണക്റ്റഡ് ഗ്രാഫാണ്, 2ൽ കൂടുതൽ വെർട്ടീസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കാപ്പ ഓഫ് ജി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. അതുകൊണ്ട് എല്ലാ കണക്റ്റഡ് ഗ്രാഫ് വിത്ത് മോർ ദാൻ 2 വെർട്ടീസസ് ആർ 1 കണക്റ്റഡ്. അപ്പൊ അടുത്ത റിസൾട്ട് ആയിട്ട് നമുക്ക് പറയാം, any connected graph with more than 2 vertices is 1 connected. മോർ ദാൻ 2 എന്ന് പറയാൻ കാര്യം 1 വെർട്ടെക്സ് k1 എടുക്കുമ്പോൾ അത് അതിന്റെ കണക്ടിവിറ്റി എന്ന് പറയുന്ന 0 ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഈ കണക്റ്റഡ് ഗ്രാഫ് വിത്ത് മോർ ദാൻ 2 വെർട്ടീസസ് എന്ന് എടുത്ത് പറയുന്നു. ഇനി നമ്മൾ അടുത്ത ഒരു ഇതെന്ന് പറയുന്നത്, നമുക്ക് ഇപ്പോൾ ഒരു കട്ട് വെർട്ടെക്സ് ഉള്ള ഗ്രാഫ് എല്ലാം 1 കണക്റ്റഡ് ആണ്. കട്ട് വെർട്ടെക്സ് ഉള്ള ഗ്രാഫ് എല്ലാം 1 കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു. അതുപോലെ ഇപ്പോൾ 2 കണക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫ് ഈസ് സെഡ് ടു ബി 2 കണക്റ്റഡ് ഇഫ് കാപ്പ ഓഫ് ജി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. കാപ്പ ഓഫ് ജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിലാണ് അതിന് 2 കണക്റ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഞാൻ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യുന്നു. ഇങ്ങനൊരു ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഈ വെർട്ടെക്സ് v1 ആണ്, ഈ വെർട്ടെക്സ് v2 ആണ്. ഈ v1നെയും v2നെയും കണക്ട് ചെയ്ത് എനിക്ക് 2 പാത്ത് പറയാം. v1ൽ നിന്ന് ഇങ്ങനെ വന്നു ഇങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ ആ വെർട്ടെക്സിന് ഞാൻ ലേബൽ ചെയ്യുകയാണെങ്കിൽ v1 v2 v3 v4 v5 എന്നിങ്ങനെ ലേബൽ ചെയ്യുകയാണെങ്കിൽ ഈ v1 v2നെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇങ്ങനെ ഒരു പാത്ത്, അത് ആ പാത്ത് എന്ന് പറഞ്ഞാൽ v1 v2 പാത്ത് എടുക്കുകയാണ്. ആ പാത്ത് ഏതാ, v1 v3 v4 v2. ഇനി വേറെ എക്സിസ്റ്റ് ചെയ്യുന്ന പാത്ത് ഏതാ, വേറെ ഒരുപാട് പാത്തുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് v5ൽ വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ പോകാൻ പറ്റും. അതായത് ഒരു v1 v5 v4 then v2. അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു പാത്ത് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വരാൻ പറ്റും. അതെന്ന് പറയുന്നത് ഏതാ, v1 v5 here v1 v5 v4 v2 here v1 v5 v3 v4 v3 മിസ്സായിപ്പോയി v3 v4. അപ്പൊ ഇതെല്ലാം പല പാത്തുകളാണ്. ഇതെല്ലാം ഈ ഗ്രാഫിലെ 2 വെർട്ടെക്സുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന പല പാത്തുകളാണ്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ v1 v2 എൻഡ് വെർട്ടെക്സ് ആണ്. ഇന്റർമീഡിയറ്റ് വെർട്ടെക്സ് ഏതാ, v3 ഇന്റർമീഡിയറ്റ് വെർട്ടെക്സ് ആണ്. ആ v3 എന്ന് പറയുന്ന വെർട്ടെക്സ് ഇവിടെയുണ്ട്. അപ്പൊ ഈ 2 പാത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് v3 എന്ന് പറയുന്ന വെർട്ടെക്സ് 2ൽ കോമൺ ആയി v3 ഉണ്ട് v4 ഉണ്ട്. ഈ 2 പാത്ത് എടുത്തു കഴിഞ്ഞാലും എന്ത് പറയാം, അതിനകത്ത് ഇന്റർമീഡിയറ്റ് വെർട്ടെക്സ് ആണ് നോക്കുക, v5ഉം v4ഉം ഉണ്ട്. ഏത് 2 പാത്ത് എടുത്തു കഴിഞ്ഞാലും വി ക്യാൻ ഫൈൻഡ് അറ്റ്ലീസ്റ്റ് 1 വെർട്ടെക്സ് ഇൻ കോമൺ.
ഇതിനകത്ത് ഈ എഴുതിയ ഏത് പാത്ത് ഈ മൂന്ന് പാത്താണ് പോസിബിൾ ആയിട്ടുള്ള. ഈ മൂന്ന് പാത്തിൽ ഏതെടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുണ്ട്, അതിനകത്ത് അറ്റ്ലീസ്റ്റ് വൺ V1 ഉം V2 അല്ലാതെ അറ്റ്ലീസ്റ്റ് വൺ വെർട്ടെക്സ് എന്ത് ചെയ്യുന്നുണ്ട്, കോമൺ ആയിട്ട് നിൽപ്പുണ്ട്. ഇങ്ങനെ ഒരു വെർട്ടെക്സും കോമൺ ആയിട്ട് വരാത്ത പാത്തുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്ജോയിന്റ് പാത്തുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വെർട്ടെക്സും ഇന്റർമീഡിയറ്റ് വെർട്ടെക്സുകൾ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള പാത്തുകളാണ് ഇന്റേണലി ഡിസ്ജോയിന്റ് പാത്ത് ഓർ ഡിസ്ജോയിന്റ് പാത്ത്. അപ്പൊ ഇവിടെ ഡിസ്ജോയിന്റ് പാത്ത് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഈ മൂന്ന് പാത്താണ് പോസിബിൾ ആയിട്ടുള്ള, അവിടെ ഡിസ്ജോയിന്റ് പാത്തുകൾ എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഇനി ഞാൻ അതേസമയം ഈ സെയിം ഗ്രാഫ് എടുക്കുന്നു. ഞാൻ എടുക്കുന്ന വെർട്ടെക്സുകൾ ഒന്ന് മാറ്റുന്നു. V1, V3, V5, V4, V2 സെയിം ഗ്രാഫാണ്. സെയിം ഗ്രാഫ് എടുക്കുന്നു. ഇവിടെ എനിക്ക് ഈ V1നെയും V4നെയും കണക്ട് ചെയ്യുന്ന പാത്ത് എടുക്കാം. V1നെയും V4നെയും കണക്ട് ചെയ്യുന്ന ഒരു പാത്ത് ഇങ്ങനെ കൺസെപ്റ്റ് ചെയ്യാം. ഇതൊരു പാത്ത്. ഓക്കെ, ആ പാത്ത് ഏതാ? V1, V5, V4. ഇനി അടുത്ത പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേതാ? V1, V3, V4. ഇങ്ങനെ ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്തു. ഇനിയും പാത്തുകളുണ്ട്. ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇവിടെ വരാം. അതൊരു പാത്താണ്. ഞാൻ ഈ രണ്ട് പാത്തുകൾ മാത്രമേ, ഇത് സം P2 എന്ന് പറയുന്ന പാത്ത്, ഇത് സം P1 എന്ന് പറയുന്ന പാത്ത്. അപ്പൊ ഈ രണ്ട് പാത്തുകളുടെ പ്രത്യേകത, ഈ രണ്ട് പാത്തിൽ ഒരു വെർട്ടെക്സും എന്ത് ചെയ്യുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഈ രണ്ട് പാത്തുകളിൽ ഒരു വെർട്ടെക്സും എന്ത് ചെയ്യുന്നില്ല, ഒരു വെർട്ടെക്സ് എന്ന് ചോദിക്കുന്നത് ഇന്റർമീഡിയറ്റ് വെർട്ടെക്സുകളാണ്, എൻഡ് വെർട്ടെക്സുകളല്ല. V1 ഉം V4 ഉം അല്ല. അതല്ലാതെ എന്ത് ചെയ്യുന്നില്ല, വരുന്ന വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ ഈ പാത്തുകള് ഇന്റേണലി ഡിസ്ജോയിന്റ് പാത്തുകളാണ്. ഈ പാത്തുകൾ എന്താണ്? ഇന്റേണലി ഡിസ്ജോയിന്റ് പാത്തുകളാണ്. അപ്പൊ നമ്മൾ ഇന്റേണലി ഡിസ്ജോയിന്റ് പാത്ത് എന്താന്ന് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. internally disjoint path. Let U and V be two vertices in a graph G. In a graph G, a collection P1, P2, etc. Pn of UV path is said to be internally disjoint. If any distinct pair Pi and Pj in the collection U and V are the only vertices in common. ഈ പാത്തുകളുടെ കളക്ഷൻ ഇന്റേണലി ഡിസ്ജോയിന്റ് ആകണമെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഏത് രണ്ട് പേരെടുത്താലും ആ യുവും വിയും അല്ലാതെ കോമൺ ആയിട്ട് ഒരു വെർട്ടെക്സ് കോമൺ ആയിട്ട് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഈ രണ്ട് പാത്തുകൾ, ഈ കളക്ഷൻ ഓഫ് പാത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് പറയും? ഇന്റേണലി ഡിസ്ജോയിന്റ് പാത്തുകളാണെന്ന് പറയും. ഈ കളക്ഷൻ ഓഫ് പാത്തുകൾ എന്ന് പറയുന്നത് എന്താണെന്ന് പറയും? ഇന്റേണലി ഡിസ്ജോയിന്റ് പാത്തുകളാണ്. ഈ ഒരു ഇന്റേണലി ഡിസ്ജോയിന്റ് പാത്തുകൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ടു കണക്റ്റഡ് ആയിട്ടുള്ള ഗ്രാഫുകളുടെ ഒരു നെസസറി ആൻഡ് സഫീഷ്യന്റ് കണ്ടീഷൻസ് കൊണ്ടുവരാൻ പോവുക. അതായത് ഒരു ഗ്രാഫ് എപ്പോഴാണ് ടു കണക്റ്റഡ് ആവുന്നത്, അത് അടുത്തൊരു തിയറമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. തിയറം ലെറ്റ് G be a simple graph
simple graph with at least 3 vertices, then G is 2 connected, if and only if for each pair of distinct vertices U and V of G, there are two internally disjoint UV path. അതായത് ഒരു ഗ്രാഫ് 2 കണക്റ്റഡ് ആണെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്? 2 കണക്റ്റഡ് ആണെങ്കിൽ ഏത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പെയർ എടുത്തു കഴിഞ്ഞാലും എന്ത് ഉണ്ടെന്ന് പറയണം? ഇന്റേണലി ഡിസ്ജോയിന്റ് ആയിട്ടുള്ള രണ്ട് യു വി പാത്തുകൾ ഉണ്ടെന്ന് പറയണം. അതുപോലെ കോൺവേഴ്സ് ആയിട്ട് രണ്ട് യു വി പാത്തുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഡിസ്ജോയിന്റ് യു വി പാത്തുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഈ ഗ്രാഫ് 2 കണക്റ്റഡ് ആണെന്നും പ്രൂവ് ചെയ്യണം. ഇന്റേണലി ഡിസ്ജോയിന്റ് പാത്തുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെന്ന് ഇത് 2 കണക്റ്റഡ് ആണെന്നും പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ പ്രൂഫ് പറയുമ്പോൾ നമ്മൾ ആദ്യം ഇന്റേണലി ഡിസ്ജോയിന്റ് പാത്തുകൾ ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ നമ്മൾ അസ്യൂം ദാറ്റ് any two vertices U and V of G can be connected by two internally disjoint UV path. ഇന്റേണലി ഡിസ്ജോയിന്റ് ആയിട്ടുള്ള രണ്ട് യു വി പാത്തുകളെ കൊണ്ട് കണക്ട് ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്യാം. യു വി പാത്തുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ യുവും വിയും എന്താവാൻ പറ്റത്തില്ല? കട്ട് വെർട്ടെക്സുകളാവാൻ പറ്റത്തില്ല. then neither U nor V is a cut vertex. അതായത് യു എന്ന് പറയുന്നതിനെയും വി എന്ന് പറയുന്നതിനെയും കണക്ട് ചെയ്ത് രണ്ട് പാത്തുകൾ എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യുവും വിയും എന്താവാൻ പറ്റത്തില്ല? കട്ട് വെർട്ടെക്സ് ആവാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ then kappa of G should be greater than or equal to 2. അപ്പോൾ കാപ്പ ഓഫ് ജി എന്താവാൻ പറ്റത്തില്ല? 1 ആവാൻ പറ്റത്തില്ല. കട്ട് വെർട്ടെക്സ് ഇല്ല. ഏത് രണ്ട് വെർട്ടെക്സ് എടുത്താലും ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കട്ട് വെർട്ടെക്സ്, ഈ ഗ്രാഫിൽ കട്ട് വെർട്ടെക്സ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാപ്പ ഓഫ് ജി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. then G is 2 connected. അതുകൊണ്ട് നമുക്ക് G എന്താണെന്ന് പറയാം? 2 connected ആണെന്ന് പറയാം. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി കോൺവേഴ്സ് ആയിട്ട് അസ്യൂം ചെയ്യുന്നത്, കോൺവേഴ്സ്ലി suppose that G is 2 connected. G 2 connected ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള എന്താ? G 2 connected ആണെങ്കിൽ രണ്ട് ഇന്റേണലി ഡിസ്ജോയിന്റ് ആയിട്ടുള്ള രണ്ട് യു വി പാത്ത് ഉണ്ടെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇന്റേണലി ഡിസ്ജോയിന്റ് ആയിട്ടുള്ള രണ്ട് യു വി പാത്ത്, ഏത് രണ്ട് വെർട്ടെക്സ് യുവും വിയും എടുത്തു കഴിഞ്ഞാലും ഇന്റേണലി ഡിസ്ജോയിന്റ് ആയിട്ടുള്ള രണ്ട് യു വി പാത്ത് ഉണ്ടെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഇത് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെറ്റ് യു ആൻഡ് വി ആർ എനി ടു വെർട്ടീസസ് ഓഫ് ജി. യുവും വിയും ഏതോ രണ്ട് വെർട്ടീസസ് ആയിട്ട് എടുക്കുന്നു. ലെറ്റ് കെ ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു വി. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് വി എന്ന് പറയുന്നത് എന്തായിട്ട് അസ്യൂം ചെയ്യുന്നു? കെ ആയിട്ട് അസ്യൂം ചെയ്യുന്നു. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് വി എന്ന് പറയുന്നത് എന്തായിട്ട് അസ്യൂം ചെയ്യുന്നു? കെ ആയിട്ട് അസ്യൂം ചെയ്യുന്നു. ഫോർ ഇത് നമ്മൾ ഇനി പ്രൂവ് ചെയ്യുന്നത് ഇൻഡക്ഷൻ ഓൺ കെ വെച്ചിട്ടാണ്. ദിസ് ക്യാൻ ബി
proved using induction on K. Kയിൽ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഇൻഡക്ഷൻ ഓൺ K ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു വി. ഇതിനകത്ത് ഇൻഡക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്, റിസൾട്ട് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഫോർ K ഈക്വൽ ടു 1, ഫോർ K ഈക്വൽ ടു 1, ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു വി ഈക്വൽ ടു 1. യു വി 1 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? യു വി ദെൻ യു വി ഈസ് ആൻ എഡ്ജ് ഓഫ് ജി. യു വി എന്ന് പറയുന്നത് എന്തായി? എഡ്ജ് ആയിട്ട് മാറി. ഇനി ഗ്രാഫ് ജി എന്ന് പറയുന്നത് 2 കണക്റ്റഡ് ആണ്. 2 കണക്റ്റഡ് ആയതുകൊണ്ട് യുഒ വിഒ കട്ട് വെർട്ടെക്സ് ആവാൻ പറ്റില്ല. ജി എന്ന് പറയുന്നത് സിൻസ് ജി ഈസ് 2 connected, so G does not contain a cut vertex. കട്ട് വെർട്ടെക്സിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവും വിയും എന്തല്ല? യുവും വിയും കട്ട് വെർട്ടെക്സ് അല്ല. യുവും വിയും കട്ട് വെർട്ടെക്സ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ യുവിനെയും വിനെയും കണക്ട് ചെയ്യുന്ന ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്തേ പറ്റൂ. ഈ എഡ്ജ് അല്ലാതെ ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. Then there exists a UV path other than the edge UV. Other than the edge UV. UV എന്ന് പറയുന്ന എഡ്ജ് അല്ലാതെ ഒരു പാത്ത് ഉണ്ടായേ പറ്റൂ. കാരണം എന്താ? ഇതാണ് യു എന്ന് പറയുന്ന വെർട്ടെക്സ്, ഇതാണ് വി എന്ന് പറയുന്ന വെർട്ടെക്സ്, ഇത് തമ്മിൽ കണക്ട് ചെയ്ത് എഡ്ജ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും വെർട്ടെക്സുകൾ ഒന്നും തന്നെ കട്ട് വെർട്ടെക്സ് അല്ല എന്ന് പറഞ്ഞാൽ ഇത് റിമൂവ് ചെയ്താലും ഡിസ്കണക്റ്റഡ് ആവാൻ പറ്റത്തില്ല, ഇത് റിമൂവ് ചെയ്താലും ഡിസ്കണക്റ്റഡ് ആവാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there exists a path P that connecting U and V. അപ്പോൾ അത് ഈ അല്ലാതെ ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യണം. ഇത് കട്ട് വെർട്ടെക്സ് ആവത്തില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? യു പി ഇതിനെ തമ്മിൽ കണക്ട് ചെയ്ത് എന്ത് ചെയ്യണം? ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യണം. ആ പാത്ത് എന്ന് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത്? പി എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അല്ലാതെ ഒരു പാത്താണ് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യുവിനെയും വിനെയും കണക്ട് ചെയ്യുന്ന ഡിസ്ജോയിന്റ് പാത്തുകൾ ഉണ്ടെന്നായി. അപ്പോൾ യുവിനെയും വിനെയും കണക്ട് ചെയ്യുന്ന 2 ഡിസ്ജോയിന്റ് പാത്തുകൾ ഉണ്ട്. ദെൻ there exists 2 disjoint path, internally disjoint path connecting U and V. യുവിനെയും വിനെയും കണക്ട് ചെയ്യുന്ന 2 ഇന്റേണലി ഡിസ്ജോയിന്റ് പാത്തുകൾ ഉണ്ട്. അങ്ങനെയാണ് ബൈ ഇൻഡക്ഷൻ അസ്യൂം ദാറ്റ് if distance between UV is less than K, then there exist 2 internally disjoint path connecting യു ആൻഡ് വി. യുവിനെയും വിനെയും കണക്ട് ചെയ്യുന്ന 2 ഇന്റേണലി ഡിസ്ജോയിന്റ് പാത്ത് ഉണ്ടെന്ന് എന്ത് ചെയ്യുന്നു? അസ്യൂം ചെയ്യുന്നു. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു വി ലെസ് ദാൻ കെ ആകുമ്പോൾ ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ടു പ്രൂവ് ദ റിസൾട്ട് ഫോർ കെ പ്ലസ് 1, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു വി കെ പ്ലസ് 1 ആവുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു വി കെ പ്ലസ് 1 ആവുന്ന കേസിൽ എന്ത് ചെയ്യണം? നമുക്ക് ഈ ഒരു റിസൾട്ട് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുന്നത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് വി എന്ന് പറയുന്നത് കെ പ്ലസ് 1 ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് വി കെ പ്ലസ് 1 ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? യുവിനെയും വിനെയും കണക്ട് ചെയ്തുകൊണ്ട് എന്ത് എക്സിസ്റ്റ് ചെയ്യും? ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യും. യുവിനെയും വിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യും. ആ പാത്തിനെ ഞാൻ പി എന്ന് വിളിക്കുന്നു. യുവിനെയും പിന്നെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യും. ആ പാത്ത് പി ആണ്. ലെങ്ത് ഓഫ് പി എന്ന് പറയുന്നത്, ഈ പാത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? കെ പ്ലസ് 1 ആയിരിക്കും. കെ പ്ലസ് 1 ലെങ്ത് ഉള്ള ഒരു പാത്ത് ഉണ്ടാവും, അതായിരിക്കും ഷോർട്ടസ്റ്റ് പാത്ത്. അപ്പോൾ ലെറ്റ് പി ബി ദ പാത്ത് connecting U and V. Then length of
പി ഈസ് k+1. k+1 ലെങ്ത് ഉള്ള ഒരു പാത്താണ് യു. k+1 ലെങ്ത് ഉള്ള പാത്ത് ഉണ്ടായേ പറ്റൂ. കാര്യം അതുകൊണ്ടാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് ബി എന്ന് പറയുന്നത്. വിത്ത് ലെങ്ത് ഓഫ് പി ഈസ് k+1. ലെങ്ത് ഓഫ് പി k+1 ആവുന്ന ഒരു പാത്ത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് തൊട്ട് മുന്നിലുള്ള ഒരു വെർട്ടെക്സിനെ ഞാൻ ചൂസ് ചെയ്യുന്നു. W എന്ന് പറയുന്ന വെർട്ടെക്സ് ഞാൻ ചൂസ് ചെയ്യുന്നു. ആ വെർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, യുവിന് തൊട്ട് അടുത്തുള്ള വെർട്ടെക്സ് ആണ്. വിന് തൊട്ടടുത്തുള്ള പിയിലെ ഒരു വെർട്ടെക്സ് ആണ്. ലെറ്റ് W be a vertex in P such that V is adjacent to W. V is adjacent to W. Then distance between U and W equal to K. ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെക്ക് ശരിയാണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തേ. അപ്പോൾ എന്താ, യു ഈക്വൽ ടു കെ ആകുമ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇൻഡക്റ്റീവ് അസംഷൻ വെച്ചിട്ട് then by our assumption there exist two internally disjoint UW path in G. അതിനെ ഞാൻ ആ UW പാത്തിനെ Q1 എന്നും Q2 ലെറ്റ് Q1 ആൻഡ് Q2 ബി ദ പാത്ത്. അപ്പോൾ ഇവിടെ രണ്ട് പാത്തുകൾ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു Q1 എന്ന് പറയുന്ന ഒരു പാത്തും അതുപോലെ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന Q2 എന്ന് പറയുന്ന ഒരു പാത്ത്. ഇങ്ങനെ രണ്ട് പാത്തുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് പാത്തുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ Q1 അല്ലെ Q2 ഒരു വെർട്ടെക്സ് ചൂസ് ചെയ്യാം. Q1 അല്ലെങ്കിൽ ഒരു Q2 ഒരു വെർട്ടെക്സ് ചൂസ് ചെയ്യുന്നു. അല്ലെ ഈ Q1 അല്ലെ Q2 ഒരു വെർട്ടെക്സ് ചൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ വെർട്ടെക്സ് ചൂസ് ചെയ്യുന്നതിന് ഒരു കണ്ടീഷനും കൂടി ഞാൻ വെക്കുന്നു. അതായത് ഗ്രാഫ് 2 കണക്റ്റഡ് ആയതുകൊണ്ട് യുവിനെയും വിനെയും കണക്ട് ചെയ്യുന്ന ഒരു പാത്തും കൂടി, അറ്റ്ലീസ്റ്റ് ഒരു പാത്തും കൂടി എക്സിസ്റ്റ് ചെയ്തേ പറ്റൂ. ഗ്രാഫ് എന്താണ്, നമ്മൾ അസംഷൻ വെച്ചിട്ട് ഗ്രാഫ് 2 കണക്റ്റഡ് ആണ്. ഗ്രാഫ് 2 കണക്റ്റഡ് ആയതുകൊണ്ട് യുവിനെയും വിനെയും കണക്ട് ചെയ്യുന്ന എന്ത് എക്സിസ്റ്റ് ചെയ്ത് ഒരു പാത്തും കൂടി എക്സിസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അത് Q1 Q2 ഇന്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പാത്ത് ഉറപ്പായിട്ട് ഉണ്ടാകും. Q1 Q2 കണക്ട് ചെയ്യുന്ന ഒരു പാത്ത് ഉണ്ടാകും എന്ന് പറയാൻ കാരണം, ഞാൻ ഇവിടെ ഒരു വെർട്ടെക്സ് എടുക്കുക. ഇവിടെ ഒരു വെർട്ടെക്സ് ഞാനൊരു വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാൽ യു തൊട്ട് ഈ വെർട്ടെക്സ് വരെ ഒരു പാത്ത് കണ്ടുപിടിക്കാം, വി തൊട്ട് ഈ വെർട്ടെക്സ് വരെ. കാര്യം ജി കണക്റ്റഡ് ഗ്രാഫ്. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് കിട്ടും, യുവിൽ നിന്ന് വിയിലേക്ക് ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, സിൻസ് ജി ഈസ് ടു കണക്റ്റഡ് there exists another path P dash connecting U and V. അത് യുവിനെയും വിനെയും കണക്ട് ചെയ്യുന്ന ഒരു പാത്ത് പി ഡാഷ് ഉണ്ടാവാൻ കാര്യമുണ്ട്. 2 കണക്റ്റഡ് ആണ്. 2 കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ കട്ട് വെർട്ടെക്സ് ഉണ്ടാവാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഏത് രണ്ട് വെർട്ടെക്സ് എടുത്താലും അതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന മോർ ദാൻ 2 പാർട്സ് ഉണ്ടായേ പറ്റൂ. ഒന്നിൽ കൂടുതൽ പാത്ത് അവിടെ ഉണ്ടായേ പറ്റത്തുള്ളൂ. അപ്പോൾ പി ഡാഷ് എന്ന് പറയുന്ന ഒരു പാത്ത് ഉണ്ടാകും. അപ്പോൾ പി ഡാഷ് എന്ന് പറയുന്ന ഒരു പാത്ത് ഉണ്ട്. ഇനി ഈ പി ഡാഷ് എന്ന് പറയുന്ന പാത്തിലും ഒന്നെങ്കിൽ Q1 അല്ലെ Q2 അതായത് നമുക്ക് പി ഡാഷിൽ നിന്ന് വരുന്ന ഒരു പാത്ത് ഇങ്ങനെയൊക്കെ വന്ന് ഫൈനലി ഈ ഒരു ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒന്നെങ്കിൽ ഇങ്ങനെ വരാം, അല്ലെങ്കിൽ Q2 ഇന്റർസെക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എടുക്കുന്ന പി ഡാഷ് Q1 എന്ന് പറയുന്ന പാത്തിൽ ഇന്റർസെക്ട് ചെയ്യുന്ന വെർട്ടെക്സ് ആണ്, അല്ലെ പി ഡാഷ് എന്ന് പറയുന്ന ഇതാണ് പി ഡാഷ്. പി ഡാഷ് എന്ന് പറയുന്ന പാത്തിലും Q1 എന്ന് പറയുന്ന പാത്തിലും കോമൺ ആയിട്ടുള്ള ഒരു വെർട്ടെക്സ് ആയിട്ട് ഞാൻ എന്തിനെ ചൂസ് ചെയ്യുന്നു, എക്സ് എന്ന് പറയുന്ന വെർട്ടെക്സിനെ ചൂസ് ചെയ്യുന്നു. എക്സ് ബി എ വെർട്ടെക്സ്, let
X be a vertex which is common to both the path P dash and Q1. P dash and Q1. Q1 എന്ന് പറയുമ്പോൾ Q1 തന്നെ ആവണമെന്ന് നിർബന്ധമില്ല, Q2 ആവാം. എന്തായാലും ഈ രീതിയിൽ നമുക്കൊരു പാത്ത് നമുക്ക് ഉറപ്പായിട്ടുണ്ട്. അപ്പം ഞാൻ വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി അസ്യൂം ദാറ്റ് എക്സ് ഈസ് എ പോയിന്റ് വിച്ച് ഈസ് കോമൺ ടു ദ പാത്ത് പി ഡാഷ് ആൻഡ് പി Q1. പി ഡാഷിലും Q1നെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാത്താണ് ഇതെന്ന്. അപ്പോൾ എനിക്ക് ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് എനിക്ക് രണ്ട് പാത്ത് ഞാൻ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാ. ഒന്നെന്ന് പറയുന്ന പാത്ത് യുവിൽ നിന്ന് എക്സിലേക്കുള്ളത്, എക്സിൽ നിന്ന് യുവിലേക്കുള്ളത്. അതായത് ഞാൻ ആ പാത്ത് ഒന്നുകൂടെ റീട്രേസ് ചെയ്യാണ്. യു എന്ന് പറയുന്ന വെർട്ടെക്സ്, വി എന്ന് പറയുന്ന വെർട്ടെക്സ്. അപ്പോൾ ഞാൻ എടുക്കുന്ന പാത്ത് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ഇവിടെ ഒരു പോയിന്റ് എക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുക്കുന്ന പാത്ത് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ആ പാത്ത് ഇങ്ങനെയാണ്. നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഗ്രാഫ് ഈ ഗ്രാഫാണ്. അപ്പോൾ ആ ഗ്രാഫിനെ ഞാനൊന്ന് താഴേക്ക് എടുക്കുന്നു. അപ്പോൾ ഈ ഗ്രാഫാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. ആ ഗ്രാഫിൽ നിന്ന് ഞാൻ എടുക്കുന്ന പാത്ത് മാത്രം ഞാൻ പറയാം. യുവിൽ നിന്ന് നേരെ എക്സിലേക്ക് വരുന്ന പാത്ത്, യു എക്സ് പാത്ത്, അതിൻ്റെ കൂടെ എക്സ് വി പാത്ത്, എക്സിൽ നിന്ന് വിയിലേക്ക് വരുന്ന ആ പാത്ത്. അപ്പൊ യു എക്സ് പാത്ത് എന്ന് പറയുന്ന Q1ന്റെ, ഇത് Q1ന്റെ പോർഷൻ ആണ്, പോർഷൻ ഓഫ് Q1. ഇതെന്ന് പറയുന്നത് എന്താ? പോർഷൻ ഓഫ് പി ഡാഷ്. ഇങ്ങനെ ഒരു പാത്ത് ഉണ്ട്. ഇനി അടുത്ത ഒരു പാത്ത് എന്ന് പറയുന്നത് നമ്മുടെ Q എന്ന് പറയുന്ന പാത്ത്. Q എന്ന് പറയുന്ന പാത്ത് എവിടെ വരെ വരുന്നത്? W വരെയാണ് വരുന്നത്. ഇതാണ് W എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്ന പോർഷൻ ഓഫ് Q2, Q2വിന്റെ പോർഷൻ. പിന്നെന്താ വരിക? ഈ WV എന്ന് പറയുന്ന എഡ്ജ്, WV എന്ന് പറയുന്ന എഡ്ജ്. അപ്പോൾ എന്താ നമ്മുടെ ഇങ്ങനെയുള്ള പാത്തുകൾ, ഇതിനകത്ത് ഏതെങ്കിലും വെർട്ടെക്സ് കോമൺ ആയിട്ട് വരാൻ പറ്റൂ? ഇല്ല, ഇതിനകത്ത് ഒരു വെർട്ടെക്സും കോമൺ, Q1നകത്തും P1 ഡാഷിനകത്തും ഒന്നും വെർട്ടെക്സ് കോമൺ ആയിട്ട് വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു കൺസ്ട്രക്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? രണ്ട് ഡിസ്ജോയിന്റ് പാത്തുകൾ ഉണ്ടെന്ന് പറയാം. ലെറ്റ് എക്സ് ബി ദ വെർട്ടെക്സ് വിച്ച് ഈസ് കോമൺ ടു ബോത്ത് ദ P1 ആൻഡ് Q1 വിച്ച് ഈസ് നിയറസ്റ്റ് ടു വി. വിക്ക് അടുത്തുള്ള വെർട്ടെക്സ് ആയിട്ട് എടുക്കുന്നു. കാര്യം ഒന്നിൽ കൂടുതൽ കോമൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിയുടെ അടുത്തുള്ള വെർട്ടെക്സ് എന്ന് ഞാൻ സ്പെസിഫൈ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നൗ കൺസിഡർ ദ പാത്ത് P1 ഡാഷ് ഫ്രം P1 dash which is a portion of P1 dash connecting U and V, which is the union of paths UX, union of path UX path from which is a portion which is the union of the path Q1 from U to X and P dash from X to V. Q1ന്റെ പോർഷൻ, യുവിൽ നിന്ന് എക്സ് വരെയുള്ള Q1ന്റെ പോർഷൻ, എക്സിൽ നിന്ന് വി വരെയുള്ള പി ഡാഷിന്റെ പോർഷൻ, ആൻഡ് P2 dash is a path connecting U and V, which is the union of the path Q2
and the edge VW, then by our construction P1 dash and P2 dash are internally disjoint paths. ഇന്റേണലി ഡിസ്ജോയിന്റ് പാത്തുകളാണ്. ഈ രണ്ട് പാത്തുകളും ഇന്റേണലി ഡിസ്ജോയിന്റ് പാത്തുകളാണ്. ഈ രണ്ട് പാത്തുകളും ഇന്റേണലി ഡിസ്ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ടു കണക്റ്റഡ് ആയപ്പോൾ നമുക്ക് ഇന്റേണലി ഡിസ്ജോയിന്റ് ആയിട്ടുള്ള രണ്ട് പാത്തുകൾ കിട്ടി എന്നായി. അപ്പൊ K+1 ശരിയായി. K+1 ശരിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൂഫ് ബൈ ഇൻഡക്ഷൻ വെച്ചിട്ട് ഏത് ആയാലും അത് ട്രൂ ആണ് എന്ന് കിട്ടി. അപ്പൊ ഇതിന്റെ കോൺസിക്വൻസ് ആയിട്ട് നമ്മൾ ഒരു കൊറോളറി, ടു കണക്റ്റഡ് ഗ്രാഫിന്റെ ഒരു കൊറോളറിയും കൂടെ പറയുകയാണ്. കൊറോളറി, ലെറ്റ് U and V be two vertices of the two connected graph G, then there is a cycle C of G passing through U and V. ഇത് വളരെ എളുപ്പത്തിലുള്ള ഒരു കൊറോളറിയാണ് അതിൽ നിന്ന് കിട്ടുന്നത്. അതായത് ഏത് രണ്ട് വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാലും അതൊരു സൈക്കിളിലെ വെർട്ടെക്സുകളാണ്. അതിൽ രണ്ടിലൂടെ പോകുന്ന ഒരു സൈക്കിള് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് പറയേണ്ടത്. അപ്പൊ നമുക്ക് യുവും വിയും രണ്ട് വെർട്ടെക്സുകൾ എടുക്കുന്നു. യുവും വിയും ടു കണക്റ്റഡ് ഗ്രാഫിലെ വെർട്ടെക്സുകളാണെങ്കിൽ അവിടെ യുവിനെയും വിനെയും കണക്ട് ചെയ്തുകൊണ്ട് രണ്ട് പാത്തുകൾ, രണ്ട് എഡ്ജ് ഡിസ്ജോയിന്റ് പാത്തുകൾ എക്സിസ്റ്റ് ചെയ്യും, P1ഉം P2ഉം. അപ്പോൾ P1 യൂണിയൻ P2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സൈക്കിൾ ഫോം ചെയ്യും. അപ്പോൾ ആ സൈക്കിൾ എന്ന് പറയുന്നത് എന്താ? യുവിനെയും വിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സൈക്കിൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ മുന്നിലത്തെ തിയറമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം മുകളിലത്തെ തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? സിൻസ് യു ആൻഡ് വി ആർ വെർട്ടീസസ് ഓഫ് എ ടു കണക്റ്റഡ് ഗ്രാഫ്, സിൻസ് യു ആൻഡ് വി ആർ vertices of a two connected graph, so there exist two internally disjoint path P1 and P2 connecting U and V. Then P1 union P2 is a cycle passing through both U and V. യുവിലും കൂടെയും വിയിലും കൂടെയും പോകുന്ന ഒരു പാത്തായി, സൈക്കിൾ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? P1 യൂണിയൻ P2 എന്ന് പറയുന്നത്. അതായിരുന്നു നമ്മുടെ ആ കൊറോളറി പറയുന്നത്.